അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷയുടെ കൂദാശിയായ മാമോദിസ സ്ഥാപിച്ചുകൊണ്ട് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിക്കുകയും പ്രസാദവരം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന രക്ഷകനായ മിശിഹായെ, അവർണ്ണനീയമായ അങ്ങേ ദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ഭൗതിക ശരീരത്തിലെ അംഗമായി തീരുവാൻ പോകുന്ന ഞങ്ങളുടെ ശ്രയെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളിൽ ഈ ശിശുവിനെ വളർത്തണമേ. പ്രായത്തോടൊപ്പം വിജ്ഞാനത്തിലും വിശുദ്ധിയിലും ഉൾപ്പെടുത്തുകൊള്ളുവാൻ എസ്രയെ അനുഗ്രഹിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്ന് ഈ കുഞ്ഞിനെ സംരക്ഷിക്കുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥ എന്നേക്കും. സുവിശേഷമായ വിശുദ്ധ ലൂക്കാ എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ സുവിശേഷം. ഉണ്ണീശോയുടെ പരിച്ഛേദത്തിന് 8 ദിവസം തികഞ്ഞപ്പോൾ അവിടുത്തെ ഗർഭം ധരിക്കുന്നതിന് മുൻപ് ദേവദൂതൻ നിർദ്ദേശിച്ചിരുന്ന ഈശോ എന്ന പേര് അവിടത്തേക്ക് നൽകപ്പെട്ടു. മോശയുടെ നിയമം അനുസരിച്ച് മറിയത്തിന്റെ ശുദ്ധീകരണത്തിലുള്ള ദിവസങ്ങൾ തികഞ്ഞപ്പോൾ കർത്താവിന് സമർപ്പിക്കാനായി കുഞ്ഞിനെ അവർ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂലായ ഒരു ആൺകുട്ടിയും കർത്താവിന് വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്ന് നിയമത്തിൽ എഴുതിയിരിക്കുന്നു. കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ 2 ചങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കേണ്ടിയും വരുന്നു. നമ്മുടെ കർത്താവ് പ്രഥമ ദിവികാരന്റെ സ്വീകരണത്തിന് മുമ്പുള്ള പ്രാർത്ഥന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശ ഇപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്നരുളി ചെയ്ത ഈശോ, അങ്ങയുടെ ശരീര രക്തങ്ങൾ ഭക്ഷണപാനീയങ്ങളായി സ്വീകരിക്കാൻ ഞങ്ങളെ അനുവദിച്ചതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങേ ആദ്യമായി സ്വീകരിക്കാൻ പോകുന്ന എഡ്വിനെ പ്രസാദാവസ്ഥയിൽ എന്നും സംരക്ഷിച്ചു കൊള്ളണമേ. എഡ്വിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങ് മാർഗദീപമാകുകയും ചെയ്യണം. എന്റെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുമാറാകട്ടെ. എന്തും ക്ഷമാപൂർവ്വം സഹിക്കാനുള്ള സന്മനസ്സും സഭയെ സ്നേഹിക്കാനുള്ള കഴിവും ഈ കുട്ടിയിൽ സദാ കുടികൊള്ളട്ടെ. സുവിശേഷ സത്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഉത്തമ ക്രിസ്തീയ ജീവിതം വഴി അവയ്ക്ക് ധീരമായ സാക്ഷ്യം നൽകാൻ എഴുത്തിനെ പ്രാപ്തനാക്കണമേ. സേവന തൽപരത, ദീർഘശാന്തത, സൗമ്യത. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ.
ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. രാജ്യങ്ങളിൽ ചേർക്കുകയും പ്രസാദത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ജലത്താലും വശത്താലും വീണ്ടും ധരിച്ച് പിതാവെന്ന് അംഗീകരിക്കുവാൻ ശിശുവിനെ അറിയാക്കണം. ഈ ഉല്ലാസ യോഗ്യതകളെ ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണം. പിതാവും ദർശിതാത്മാവുമായ സർവേശ്വരായും നിങ്ങളുടെ കണ്ണിലാക്കാൻ ഈ ദാസനം പൂർത്തിയാക്കട്ടെ. ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കുന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നത് എൻ്റെ ഗൗരവത്തോടെ പാപങ്ങൾ കഴുകി ഈ ശിശു പുണ്യജന്മം പ്രാപിക്കട്ടെ. എൻ്റെ മോശം ആരോഗ്യമെന്ന ഈ ദാസിയെ തുലാശം ചെയ്യുന്നവരെ ആത്മീയം ശാരീരികമായ വളരെയാകട്ടെ. ഈ ദാനത്തിൽ നിങ്ങൾക്ക് ഈ ദാസത്തിൽ ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും ആമേൻ. പാപമാർഗം ഉപേക്ഷിക്കുന്നു. ഈശോ ദർശനം ചെയ്യുന്നു. ഈ അഭിഷേകത്തിൽ പിതാവിന്റെ നാമത്തിൽ ജീവൻ നൽകുവാൻ ഞങ്ങൾ തരുന്നിതാ നിനക്കായി. സ്നേഹം മാത്രമേ യേശു വരുന്നിതാ നമുക്കായി. ജീവൻ നൽകുവാൻ ഞങ്ങൾ തരുന്നിതാ നിനക്കായി. സ്നേഹം മാത്രമേ തിരികൾ പിടിയുന്ന വേദി ഉയരുന്ന കാൽവരിയാകവിതാ ഒരുങ്ങുന്നു.
പ്രാർത്ഥിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 3 വാക്യങ്ങൾ 1 മുതൽ 8 വരെ. ഫരിസേയൻ നിക്കോദമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണിയുണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യൻ ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവ് ജനിക്കുന്നത് ആത്മാവോ. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിഷ്ടമുള്ളത്തേക്ക് വീശുന്നു, അതിന് ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അതെവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നു നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവും ജനിക്കുന്ന ഏവനും. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് തീർച്ചയായിട്ടും. അവരുടെ മൂത്തവച്ചിൻ്റെ പോസ്റ്റർവേണി അതിലൊരു സന്തോഷം ഒന്നുമില്ല. അപ്പോൾ ഈ സന്തോഷ നിമിഷത്തിൽ ഞാൻ പ്രത്യേകിച്ച് സ്വയം ഇഷ്ടമായിട്ടും കുടുംബത്തെ മുഴുവനുമായും അഭിനന്ദിക്കാനും പ്രാർത്ഥിക്കാനും ഒത്തിരി ഒരുങ്ങി പ്രാർത്ഥിച്ച ഒരു ശുശ്രൂഷകനായ എനിക്കിങ്ങനെ കുറേ മാസങ്ങൾക്ക് മുന്നേ എന്നോട് പറഞ്ഞത്, കുറേ മാസങ്ങൾക്ക് മുന്നേ തീരുമാനിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞ ഉന്മേഷം അവന് എല്ലാം നടത്തുന്നതെന്നാണ് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഹിംസ അല്ലെങ്കിൽ ഹിംസയൊക്കെ ചോദിച്ച് നോ പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ നാടിൻ്റെ കൂട്ടായ്മയെ സഹായിക്കുന്ന, മെയിനായിട്ട് സഹായിക്കുന്ന ഒരു കുടുംബമാണ്. വീണ്ടും നമ്മുടെ നവോത്സാഹനകേന്ദ്രങ്ങൾ ചേർന്നവരെ ഓൺലൈനായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു കുടുംബമാണ്. പിന്നെ യൂറോപ്പിലെ മുഴുവൻ പേരിൽ സഹായിക്കുന്ന കുടുംബമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈശോയ്ക്ക് വേണ്ടി ഏറെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കുടുംബത്തിൻ്റെ ആവശ്യം അതിനെ നിന്ന് സഹായിക്കുകയല്ല, നമ്മുടെ വലിയ സന്തോഷത്തിൽ പങ്കാളികളാകാൻ എന്നെ ക്ഷണിച്ചതിനോട്ട് നന്ദി പറയും. മലങ്കിൽ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി അങ്ങനെ മുമ്പാകെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളേവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്നങ്ങേ ഞങ്ങളവരെ ബന്ധപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികൾ ആ ജീവിതകാലം മുഴുവനും അങ്ങേ ദോഷിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിശ്വാസം പുരോഹിത ശുശ്രൂഷ ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടെ നിന്ന് ആവസിക്കുന്ന ഈ ജലത്താൽ സ്ഥാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിൽ നിന്ന് ആത്മാവിലും പൗത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനം ഞാൻ സമർപ്പണം കരപ്പെട്ടതാണ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
മാമോദീസയുടെ ദൈവമകളായി തീർന്ന പരിശുദ്ധാത്മാവരെ ഞങ്ങളെ കാത്തിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പ്രാർത്ഥനയിലായിരിക്കുന്ന ശിഷ്യൻ എന്നപോലെ ഈ ദാസിക്ക് അങ്ങയുടെ പരിശുദ്ധാത്മ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാ സമൂഹത്തിലും ശോഭിക്കുന്ന അങ്ങയെ മഹത്വപ്പെടുത്താൻ ഈ വിശുദ്ധിയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവിടെ ശക്തിയാക്കട്ടെ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹമാനന്ദം, സമാധാനം, ക്ഷമ, ദയാനന്മ, വിശ്വസ്ത, സൗമ്യതാനുസരണം ഇവിടെ നിറയട്ടെ. അങ്ങയുടെ ഫലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസിക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ ദൈവത്തിന്റെ സുധാരണസ്ഥിതി പുകഴ്ചമാരാധന സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോസ സ്വീകരിച്ച കഥാവായ ദൈവമേ, ഈ ദാസി സ്വീകരിച്ച ജീവദായകമടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാവരൂപവും ഇവൾ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശിശുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളും ഈ ദാസിയെ സംരക്ഷിക്കണമേ. വിശാല ദിവ്യവരമുള്ള ജീവിതത്തോട് പ്രസരിപ്പിക്കാൻ ഇടയാക്കുകയും ചെയ്യട്ടെ. മാമോസ വഴി ദൈവത്തിലായി തീർന്ന ശിഷ്യനൊപ്പം നമുക്കും ദൈവത്തെ പിതാവിനെ വിളിച്ച് അപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശിക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വിടാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൽ ഞാൻ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. നിത്യജീവിതത്തിലെ അവകാശവും ഞങ്ങൾക്ക് പിതാവാദ്യം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പരിശുദ്ധനാദാസൻ മുദ്രനാകണം. ആവാപിതാവിൽ നമ്മെ വിളിക്കുവാൻ പുത്രസ്ത്രീകൾക്കാത്മാവെ ദാസന് നൽകണം. കയ്യൊപ്പ് ശിശുക്കളാത്മാവൻ നടന്നു സൂചിച്ചിട്ട് സാക്ഷ്യമായി നീണ്ടപടയാളിയും സഭയിൽ വിശ്വസ്തദാസമായി തീരുവാൻ ഇവനെ ശക്തനാക്കണം. നമ്മുടെ ഫലങ്ങളായ സ്നേഹമാനന്ദം സമാധാന സമയങ്ങളെയും നന്മയും വിശ്വസൻ സൗദാസനീയതയും പറയട്ടെ. ഞങ്ങളുടെ കർത്താവ് നിർമ്മലാദികൾ നയിക്കുവാൻ ദാസന്റെ ആകട്ടെ. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനം ഞങ്ങളുടെ ദൈവത്തിന്റെ സിദ്ധാന്തം എപ്പോഴുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഈ ദാസൻ സ്വീകരിച്ച ജീവനായകമായ സിദ്ധാന്തം നവജീവിതവും ദരിദ്രരുടെ നീതിയുടെ ഗൗരവവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളും ഈ ദാസൻ സംരക്ഷിക്കുമാറാകട്ടെ. ഈ ശക്തിയുമായി നല്ല ജീവിതത്തിൽ പ്രസരിപ്പിക്കാൻ ഇടയാകട്ടെ. പ്രസന്നായ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ലോകത്തിൽ ഇടയാക്കട്ടെ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാം രാജ്യശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഈ മകനെ കൈവിശദീകരിച്ചു വിശുദ്ധാത്മാവിനെ നൽകുന്ന ഞങ്ങളുടെ വാഗ്ദാനം ഈ ദാസം നിറവേറ്റണമെന്ന് നന്ദി പറയുന്നു. മകനെ ശരപ്പെട്ട അവകാശം വിശുദ്ധാത്മാവിനാൽ സമ്പന്നമാക്കി ഞങ്ങൾ അനുസരിക്കുന്നു. ഈ ദാസം സ്വന്തത്തിലും ആത്മാവിലും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സർവശുദ്ധരെ ഞങ്ങൾ സഭവാഴ്ത്തപ്പെട്ട പ്രാർത്ഥന ഇന്ന് സഹായമായിട്ട് ഈ ഒന്നാമത്തെ അനുഭവത്തിനായിട്ട് വിശുദ്ധ ജവാദിനെ വഴിയാക്കിയാൽ ദൈവത്തിലേക്ക് മികച്ചതയും വാഴ്ത്തപ്പെട്ടവനായിട്ട് ക്രിസ്തു വിശ്വസന ജീവിക്കുവാനവനെ സഹായിക്കട്ടെ. പശുദാനം സ്വീകരിച്ച എന്നും സൂചന സാക്ഷ്യം വയ്ക്കുന്ന ധീര പടയാളികൾക്ക് കണ്ണുകെട്ടില്ലാത്തും കാതുകെട്ടില്ലാത്തും ആസ്വദിക്കുന്ന സൗഭാഗ്യത്തിന് അവകാശത്തിന് ആപത്തുകളിൽ തുടങ്ങി സംഘടനാശ്വാസവും പരീക്ഷയും ബലവും നൽകണമെന്ന് സംരക്ഷിക്കണം. മാതാപിതാക്കൾ ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാല് സേവനം നടത്തിക്കാൻ ദൈവത്തിനെയും യോഗ്യരാകട്ടെ. ഈ തീർക്കരണത്തിൽ പങ്കെടുക്കാതെ സമത്വ
പ്രധാനികരെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.